നമുക്ക് ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന വഴുതന വെച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ഐറ്റമാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ വഴുതന ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുക. എന്നിട്ട് അതൊരു നീളത്തിലായിട്ട് നൈസായിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്താണെന്ന് ഇതിൽ പ്രത്യേകിച്ച് കൂടുതൽ ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി കട്ടാക്കിയെടുത്ത വഴുതനയിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചട്ടി ചൂടാക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ വഴുതനയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ഒരു ടൈം ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുക്കാക്കി എടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ബൈ.